ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാമിന്റെ പനീർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ഗ്രീൻ പീസും 1 ക്യാരറ്റ് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ പീസും ക്യാരറ്റും കൂടി ഒരുമിച്ചിട്ട് തിളച്ച വെള്ളത്തിലിട്ട് 3 മിനിറ്റ് ബോയിൽ ചെയ്ത ശേഷം ഊറ്റി വെച്ചിരിക്കുന്നതാണ് ഇത്. 1 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തത്, 1 ചുവന്ന മുളക്, 1 ടൊമാറ്റോയുടെ പേസ്റ്റ് വേണം. ഈ ടൊമാറ്റോയുടെ സ്കിന്ന് റിമൂവ് ചെയ്ത ശേഷമാണ് ഇത് പേസ്റ്റ് ആക്കി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ 1 സവോള എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പട്ട, 2 ഏലക്ക, 3-4 ഗ്രാമ്പൂ, 2 ബേ ലീഫ്, 4-5 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ തേങ്ങ വേണം, 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട്, 2 ടേബിൾ സ്പൂൺ ബദാം. ഒരു ബൗൾ എടുത്തിട്ട് ഈ ബദാമും കാഷ്നട്ടും ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. കുതിർന്ന ശേഷം ഈ ബദാമും കാഷ്നട്ടും തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുക്കും. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്ത പേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്കിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആണ്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം, കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം. ഇതൊന്ന് ബോയിലായി വരുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഗ്രീൻ പീസ്, പനീർ ഇവിടെ ഞാൻ ബോയിൽ ചെയ്തിട്ടില്ല, പാക്കറ്റിൽ നിന്ന് എടുത്തതാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പാത്രം മൂടി വെച്ചിട്ട് 6-7 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ചുവന്ന മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടപ്പ് മാറ്റി നോക്കാം. കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ആയത് കാരണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.